395 മാർക്കോടെ മെറിൻ ട്രീസ റോയ്. നമസ്കാരം, എൻ്റെ പേര് മെറിൻ. ഞാനും റെസിഡൻഷ്യൽ ബാച്ചിലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ അതേ ബാച്ചിൽ പഠിച്ച കുറേ പേര് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 2 വർഷം മുടക്കില്ലാതെ ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊരു കാര്യം മിസ്റ്റേക്ക് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ പഠിക്കുന്നൊരു രീതിയായിരുന്നു. എല്ലാവരും പറഞ്ഞു മിസ്റ്റേക്കൊക്കെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് അങ്ങനെ പഠിക്കുവാണെങ്കിൽ നമുക്ക് വീക്കായിട്ടുള്ള ടോപ്പിക്സ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കി പഠിക്കുക. പിന്നെ ഷോർട്ട് നോട്ട്സ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം. അതും വളരെയധികം യൂസ്ഫുള്ളാണ്. പിന്നെ ഒരു കാര്യം, എനിക്ക് ഫിസിക്സ് നല്ല പാടായിരുന്നു തുടക്കത്തിൽ. ഫസ്റ്റ് ഇയറിൽ ആക്ച്വലി ഒരു 180 നമുക്ക് ചാപ്റ്റർ വൈസ് എക്സാംസ് ഒക്കെ ഉണ്ടാവുക. അതിലൊരു 100 എബവ് പോലും കിട്ടാത്ത ടൈം എനിക്കുണ്ടായിരുന്നു. കാരണം അത്ര പാടായിരുന്നു എനിക്ക് ഫിസിക്സ് തുടക്കത്തിൽ. പിന്നെ എനിക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റിയത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെയാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന കുറേ പേരെങ്കിലും നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ചിലപ്പോൾ സ്കോർ ഫിസിക്സിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതിയാണ്. വെറുതെ ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ ഒരു 50-100 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന രീതി ഇമ്പോർട്ടൻ്റ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നു, ഉടനെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെ മറിച്ച് നോക്കുന്നു, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറിനെ കുറിച്ച് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കാതെ തന്നെ ഉടനെ സൊല്യൂഷനിലോട്ട് പോയാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഫിസിക്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്, ഞാനൊരു ചേഞ്ച് വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബുക്ക് നമ്മൾ എടുക്കുന്നു ക്വസ്റ്റ്യൻ ചെയ്യാൻ. ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ തന്നെ ഇരുന്ന് ചെയ്യുന്നു, സൊല്യൂഷൻ ഒന്നും നോക്കാതെ ഒരു 10 ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കിപ്പോൾ സീന്ന് കിട്ടി, 1 സീന്ന് ഇങ്ങനെ എഴുതി വെക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിയില്ല, അതുപോലെ തന്നെ കിട്ടാത്ത പോലെ അവിടെ ബ്ലാങ്ക് ഇടുന്നു. അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് മാത്രം സൊല്യൂഷനിലോട്ട് പോവുക. അപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം, സൊല്യൂഷൻ നോക്കി അതിൻ്റെ ആൻസർ അത് നമുക്ക് മനസ്സിലാക്കി ആ 10 ക്വസ്റ്റ്യൻ ഇനി ഏത് എക്സാമിന് വന്നാലും നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. വെറുതെ ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനേക്കാളും വളരെയധികം എഫക്റ്റീവാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ തന്നെ ചെയ്താൽ നമുക്ക് ഫിസിക്സിൽ ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഉറക്കത്തിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞ പോലെ 6 to 8 hours ഉറങ്ങണം. അത് പക്ഷേ ഇപ്പം ഞാൻ 6 hours ഉറങ്ങിക്കൊണ്ടിരുന്നത്, 11:30 കിടന്നിട്ട് 5:30 എഴുന്നേൽക്കുക, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ചില ദിവസം നമുക്ക് തോന്നും കുറച്ചുകൂടെ നേരെ ഇരുന്ന് പഠിക്കാം, എന്നാൽ ഞാനൊരു 12 വരെ ഇരുന്നിട്ട് പിറ്റേ ദിവസം ഒരു 6 മണിക്ക് എഴുന്നേക്കാം. അങ്ങനെ ഓരോ ദിവസം പല ടൈമിൽ ഈ 6 hours 8 hours ഉറങ്ങിയാൽ ആ ഒരു പിറ്റേ ദിവസം നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും നമ്മുടെ ബോഡി. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്ന ഒരു ഫിക്സഡ് ടൈമിലായിരിക്കണം. 11:30 എന്നൊരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കും. അതൊക്കെയായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത വർഷം നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.